ഇസ്രായേലിന്റെ സകല കൊള്ളരുതായ്മക്ക് പിന്തുണ കൊടുക്കുകയും ഇപ്പോൾ തന്നെ ഫലസ്തീനികളെ ഭൂമുഖത്തും തുടച്ചു മാറ്റുകയും ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യുമെന്ന ദിവാസ്വപ്നത്തിലാണ് ഇന്ത്യയിലെ ചില ഭരണാധികാരികളും അവരുടെ ചിന്താശേഷി നഷ്ടപ്പെട്ട ചില മൂഢഭക്തന്മാരോടും അവരോട് സസ്നേഹം ഓർമ്മപ്പെടുത്തുകയാണ് ഈ രാജ്യത്തിന്റെ മക്കളിലെ മണിപ്പൂരികൾ. മണിപ്പൂരിന്റെ ഗ്രാമാന്തരങ്ങളിൽ നൂറുകണക്കിന് മനുഷ്യർ കിരാതമായി കൊലയ്യപ്പെട്ടപ്പോഴും സ്ത്രീകളടക്കം വിവസ്ത്രരായി നഗ്നരാക്കി തെരുവീതികളിലൂടെ വലിച്ചിഴക്കപ്പെട്ടപ്പോഴും 3 മാസമെടുത്തു ഒരു വാക്ക് നമ്മുടെ പ്രധാനമന്ത്രി കുരിയാടാൻ. എന്നാൽ ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി 24 മണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി ഇസ്രായേൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തെ ഈ പ്രഖ്യാപനത്തിന് പിന്നിൽ ആനന്ദ തുന്തിരമാക്കുന്ന ചേതോവികാരം എന്താണെന്നല്ലേ? അത് ഇസ്രായേലിനോടും ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്ടമല്ല. ഇസ്രായേലിൽ കൊലയ്യപ്പെടുന്നത് മുസ്ലിമീങ്ങളാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ ആനന്ദ തുന്തിരമാക്കുന്നതെന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് യഹൂദന്മാരോട് ഇത്ര ഇഷ്ടം? ഹിറ്റ്ലറിന്റെ പിൻതലമുറക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഈ യഹൂദന്മാരോട് ഇത്ര ഭക്തിയും സ്നേഹവും വരുന്നത്? ഫലസ്തീൻ ചുണ്ടക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങുന്നു, ചെറുത് കൊടുത്ത് വലുത് വാങ്ങുന്ന കച്ച് നിരത്തുന്ന ആളുകളോട് സസ്നേഹം പറയാനുള്ളത്, ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ ദാർശനികത ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഇവിടെ ആർക്കാണ് നഷ്ടപ്പെടാനുള്ളത്? ഇസ്രായേലിന് മാത്രമാണ്. പൗരന്റെ സ്വത്ത്, അവന്റെ സമ്പത്ത്, സ്വൈര്യവിഹാരം, രാജ്യാന്തര ബന്ധങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാം തകിടം മറിയുകയാണ്. എന്തിനേറെ ഇക്കാലം കൊണ്ട് ഇസ്രായേൽ നേടിയെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ സുരക്ഷാ സേന എന്നുള്ള രഹസ്യ ഏജൻസി എന്നുള്ള സകല ഗർവം ഒറ്റ നിമിഷം കൊണ്ട് പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. എന്നാൽ മറുപക്ഷത്തോ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഒരു ബർത്ത്ഡേ മുട്ടായി പോലും കൊടുക്കാത്തൊരു ജനതയാണ് ഫലസ്തീനികൾ. കാരണം അവർ കുഞ്ഞുങ്ങളുടെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കാത്ത, ഒരു സെലിബ്രേഷൻ ഇല്ലാത്തൊരു ജനത. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജനിച്ചു വീണ മണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്നവരാണ്. ഒരു കുഞ്ഞ് ജനിച്ചാൽ കേവലം ദൈവനിശ്ചയം, ദൈവത്തിന്റെ സമ്മാനം, അതെപ്പോ വേണമെങ്കിലും പടച്ചവൻ തിരിച്ചെടുക്കാമെന്നുള്ള ചിന്തയിൽ ജീവിക്കുന്നവരാണ് ഫലസ്തീനികൾ. നടക്കാൻ പ്രായമെത്താത്ത, സംസാരശേഷിയില്ലാത്ത കുഞ്ഞ് തൊട്ടിൽ കിടക്കുമ്പോഴും ഏത് നിമിഷവും ഇസ്രായേലിന്റെ ഒരു ശല്യാക്രമണത്തിൽ തന്റെ പൊന്നുമോൻ ലോകത്തോട് വിട പറയുമെന്നും അത് എന്റെ മണ്ണിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവൻ രക്തസാക്ഷിത്വം വഹിക്കുകയാണെന്നുള്ള ആത്മാഭിമാനവും സ്വത്വബോധമുള്ളവരാണ് ഫലസ്തീൻ ജനത. ആ ജനതയ്ക്ക് എന്ത് നഷ്ടപ്പെടാനാണെന്ന് നിങ്ങൾ പറയുന്നത്? മറുപക്ഷത്തിലെ നഷ്ടപ്പെടാനുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ ഈ നിസ്സാരമായി കാണുന്ന ഫലസ്തീൻ ജനതയുണ്ടല്ലോ, നിങ്ങൾ അവരെക്കുറിച്ച് പഠിക്കണം. ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷം തുടങ്ങി മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ അവരുടെ ജനതയോട് ഓടിട്ടു, സുരക്ഷിതമായ ഒളിത്താവളങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാകാൻ. അതോടൊപ്പം ബങ്കറുകളും ഒളിത്താവളങ്ങളും തയ്യാറാക്കി ജനങ്ങളെ അവിടേക്ക് എത്തിക്കുകയും അവർക്ക് സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. എന്നാൽ മറുപക്ഷത്ത് ഫലസ്തീനോ, ഒളിക്കാൻ ബങ്കറുകളില്ല, സുരക്ഷിതമായ സ്ഥലത്ത് അഭയം പ്രാപിക്കണമെന്ന് പറയാൻ ഗവൺമെന്റുകളില്ല. ആകെ ഉള്ളത് ഒരു കമ്പിൽ ഒരു ഫലസ്തീന്റെ കൊടി മാത്രമാണ്, പതാക. അത് പിടിച്ചുകൊണ്ട് പാഞ്ഞെടുക്കുന്ന ഷെല്ലുകൾക്കിടയിലൂടെ, കത്തിയമരുന്ന തീക്കൂമ്പാരങ്ങൾക്കിടയിലൂടെ അവർ അവരുടെ വിമോചനത്തിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു ജനത ലോകത്ത് കത്തിയാളുന്ന തീയുടെ നടുവിലും പാഞ്ഞെടുക്കുന്ന ഷെല്ലുകൾക്കിടയിലും വന്നു വീഴുന്ന ബോംബുകൾക്കിടയിൽ നിന്നുകൊണ്ട് രാജ്യത്തിന്റെ വിമോചനത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരേ ഒരു ജനതയെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നെങ്കിൽ അത് ഫലസ്തീനികളല്ലാതെ വേറെ ആരുമില്ല എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയുള്ളൊരു ജനതയെ ഇത്ര സിമ്പിളായിട്ട് ഈ ഭൂമുഖത്ത് നിന്ന് പാഠം പഠിപ്പിക്കാമെന്ന് തോൽപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ മാപ്പെഴുതി കൊടുക്കുന്ന ആളുകളല്ല, അവർ കാലിൽ വീണ് നമസ്കരിക്കുന്നവരല്ല. വിവേകാനന്ദൻ പറഞ്ഞതുപോലെ ധീരനായി ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ധീരമായി മരിക്കുക എന്നുള്ളതാണ്. പറക്കമുറ്റാത്ത പിഞ്ചുബാല്യങ്ങളുടെ ചേതനയേറ്റ മൃതദേഹങ്ങൾ നെഞ്ചോട് തീർച്ച് നിലവിളിക്കുന്ന ഫലസ്തീൻ ഉമ്മമാരുടെ വിലാപങ്ങൾ, ആ ചിത്രങ്ങൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ, പങ്കുവെക്കുമ്പോൾ അതിന്റെ താഴെ വന്ന് പുഞ്ചിരിച്ചു ചുണ്ടക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിയെന്ന ആഘോഷ കമ്മന്റിടുന്നവരോട് ഒരു നിമിഷം പറയാനുള്ളത്, ഇവർക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. സവർക്കർ എന്നൊരു നേതാവ് ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അവസ്ഥ ഇവർക്ക് വരില്ലായിരുന്നു. കാരണം ഇവരെ പഠിപ്പിക്കുമായിരുന്നു, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് അവനവന്റെ ജീവിതമാണ് എന്ന് പഠിപ്പിക്കുമായിരുന്നു. പക്ഷേ അവരെ പ്രപിതാക്കൾ പഠിപ്പിച്ച അവരല്ല. അവര് നട്ടലുള്ളവരും തന്റെ ഇടമുള്ളവരും സ്വന്തം ജീവനേക്കാൾ വലുത് സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണെന്ന് പഠിപ്പിച്ച പ്രപിതാക്കളായിരുന്നു അവർക്കുള്ളത്. അവരായിരുന്നു യഥാർത്ഥ ദേശസ്നേഹികൾ. അവർ കപടദേശസ്നേഹികളല്ല. അതുകൊണ്ടാണ് ഇന്നും പാഞ്ഞെടുക്കുന്ന ഷെല്ലുകൾക്ക് നടുവിലൂടെ ഖുദ്സിന്റെ മോചനത്തിന് വേണ്ടി അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. അവസാന പുഞ്ചിരി ഖുദ്സിന്റെ പോരാളികൾ തന്നെയായിരിക്കും.